ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിൽ ആകെയുള്ള 114 സൂറത്തുകളിൽ 94ാമത്തെ സൂറത്തും 30-ാം ജുസയിൽ ആകെയുള്ള 37 സൂറത്തുകളിൽ 17ാമത്തെ സൂറത്തുമായ സൂറത്തു ഷർഹ് അഥവാ സൂറത്തുൽ ഇൻഷിറാഹാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഈ സൂറത്തിൽ ആകെ 8 ആയത്തുകളാണുള്ളത്. 8 ആയത്തുകൾ മാത്രമുള്ള 5 സൂറത്തുകളാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്. ഈ സൂറത്തിന് പുറമെ സൂറത്തു തീൻ, സൂറത്തുൽ ബയ്യിന, സൂറത്തു സൽസല, സൂറത്തു തകാസുർ എന്നിവയാണ് അവ. ഈ സൂറത്ത് മക്കയിൽ അവതരിച്ച സൂറത്താണ്, അതായത് മക്കിയ ആണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയ്ക്ക് മുമ്പ് അവതരിച്ചതാണ് എന്നർത്ഥം. ഈ സൂറത്തിന് 2 പേരുകളുണ്ട്. സൂറത്തു ഷർഹ് എന്നും സൂറത്തുൽ ഇൻഷിറാഹ് എന്നും. ഷർഹ് എന്ന് പറഞ്ഞാൽ വിശാലമാക്കൽ എന്നാണ് അർത്ഥം. ഇൻഷിറാഹ് എന്ന് പറഞ്ഞാൽ വിശാലമാകൽ എന്നാണ് അർത്ഥം. ഈ പേര് ഈ സൂറത്തിലെ ആദ്യ ആയത്തിൽ തന്നെ വരുന്നുണ്ട്. അതായത് നഷ്റഹ് എന്ന പദത്തിൽ നിന്നാണ് ഈ പേരുണ്ടായത്. നമുക്ക് ഇന്ന് ഈ സൂറത്തിൻ്റെ ആദ്യ 4 ആയത്തുകൾ നോക്കാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദ്റക് വവദഅനാ അൻക വിസ്റക് അല്ലസീ അൻഖദ ദഹ്റക് വറഫഅനാ ലക സിക്റക്. ഈ സൂറത്തിൻ്റെ തുടക്കം തന്നെ അലം എന്ന് വെച്ചിട്ടാണ്. ഇതേപോലെ തുടക്കമുള്ള മറ്റൊരു ചെറിയ സൂറത്ത് നമ്മൾ പഠിച്ചതല്ലേ, അലം തറ കൈഫ ഫഅല റബ്ബുക. അവിടെ നമ്മൾ പഠിച്ചതാണ് അലം. ഇവിടെയും അങ്ങനെയാണ് തുടക്കം, അലം. അലം നശ്റഹ്. ഷറഹ എന്ന് പറഞ്ഞാൽ വിശാലമാക്കി എന്നാണ് അർത്ഥം. അത് മാദിയായ പദമാണ്. എന്ന് പറഞ്ഞാൽ ഭൂതകാലക്രിയ അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ്. അതിൻ്റെ മുലാരി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്നത് അല്ലെങ്കിൽ വരാൻ പോകുന്നത്, വർത്തമാനകാലക്രിയ അല്ലെങ്കിൽ ഭാവി കാലക്രിയ. അത് നശ്റഹു, യശ്റഹു അങ്ങനെയൊക്കെയാണ് വരിക. യശ്റഹു എന്ന് പറഞ്ഞാൽ അവൻ വിശാലമാക്കും, അവൻ വിശാലമാക്കുന്നു. നശ്റഹു ആവുമ്പോൾ നാം വിശാലമാക്കും, നാം വിശാലമാക്കുന്നു. ഈ നശ്റഹു എന്നുള്ള പദത്തിൻ്റെ മുമ്പിൽ ലം വരുമ്പോൾ ലം നശ്റഹ് എന്നാവും. അപ്പോൾ അതിൻ്റെ അർത്ഥം വരിക നാം വിശാലമാക്കിയിട്ടില്ല. ലം നശ്റഹ്, നാം വിശാലമാക്കിയിട്ടില്ല. വെറും നശ്റഹു എന്ന് പറഞ്ഞാൽ നാം വിശാലമാക്കും അല്ലെങ്കിൽ നാം വിശാലമാക്കുന്നു. ലം വെച്ച് പറയുമ്പോൾ ലം ചേർന്ന് വരുമ്പോൾ ലം നശ്റഹ്, നാം വിശാലമാക്കിയിട്ടില്ല. അതിൻ്റെ മുമ്പിൽ ഒരു ചോദ്യത്തിന് വേണ്ടിയിട്ടുള്ള ഹംസയുണ്ട്, ആ ലം നശ്റഹ്. ആ ചോദ്യത്തിന് വേണ്ടിയുള്ള ഹംസ വരുമ്പോൾ നാം വിശാലമാക്കിയിട്ടില്ല എന്നുള്ളതൊരു ചോദ്യമായിട്ട് മാറും. നാം വിശാലമാക്കിയിട്ടില്ലേ, നാം വിശാലമാക്കി തന്നില്ലേ. അപ്പോൾ അലം നശ്റഹ്, നാം വിശാലമാക്കി തന്നില്ലേ. ലക്ക, താങ്കൾക്ക്. സ്വദുറക്ക. സ്വദുറൻ എന്ന് പറഞ്ഞാൽ നെഞ്ച് എന്നാണ് അർത്ഥം. ഹൃദയം എന്നുള്ള അർത്ഥത്തിലും ഉപയോഗിക്കാറുണ്ട്. ഖൽബ് എന്നാണ് സാധാരണഗതിയിൽ ഹൃദയത്തിന് പറയാം. പക്ഷേ സ്വദർ, നെഞ്ച്, ആ നെഞ്ചിൻ്റെ ഉൾഭാഗത്താണല്ലോ, അതിൻ്റെ ഉള്ളിലാണല്ലോ ഹൃദയമുള്ളത്. അതുകൊണ്ട് സ്വദർ എന്ന് പറഞ്ഞാൽ ഹൃദയം എന്നുള്ള അർത്ഥത്തിലും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ സ്വദുറൻ നെഞ്ച് അല്ലെങ്കിൽ ഹൃദയം, സ്വദുറ നെഞ്ചിനെ, ഹൃദയത്തെ. സ്വദുറ ക എന്ന് പറഞ്ഞാൽ താങ്കളുടെ. അപ്പോൾ സ്വദുറക്ക, താങ്കളുടെ നെഞ്ചിനെ, താങ്കളുടെ ഹൃദയത്തെ. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം അലം നശ്റഹ് ലക സ്വദുറക്ക, താങ്കൾക്ക് താങ്കളുടെ ഹൃദയത്തെ നാം വിശാലമാക്കി തന്നില്ലേ. അടുത്ത ആയത്ത് വ വദഅന അൻക വിസ്റക. വ വദഅന. വദഅ എന്ന് പറഞ്ഞാൽ ശരിക്കർത്ഥം വെച്ചു എന്നാണ്. ഇറക്കി വെച്ചു എന്നൊക്കെ വേണമെങ്കിൽ അർത്ഥം കൊടുക്കാം. അതിൻ്റെ അവസാനത്തിൽ നാ എന്ന് ചേരുമ്പോൾ വദഅന, നാം ഇറക്കി വെച്ചു. അതിൻ്റെ തുടക്കത്തിൽ ഒരു അത്ഫിൻ്റെ വാവുണ്ട്, എന്നർത്ഥത്തിൽ. അപ്പോൾ വ വദഅന, നാം ഇറക്കി വെക്കുകയും ചെയ്തു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, അവിടെ 2 വാവുകൾ, വ വദഅന എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ 2 വാവുകളുണ്ടല്ലോ. അതിൽ ആദ്യത്തെ വാവ് അത്ഫിൻ്റെ വാവാണ്. ഇംഗ്ലീഷിൽ ആൻഡ് എന്നൊക്കെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന പോലെയുള്ള വാവ്, എന്നർത്ഥത്തിൽ. രണ്ടാമത്തെ വാവ് ആ പദത്തിൻ്റെ കൂടെയുള്ള വാവാണ്. വദഅ എന്നുള്ള ഒറ്റപ്പദമാണ്. ആ വദഅന, ആ വദഅ എന്നുള്ള പദത്തോട് ചേർന്ന് വരുന്ന വാവാണ് രണ്ടാമത്തെ വാവ്. അപ്പോൾ വ വദഅന, നാം ഇറക്കുകയും ചെയ്തു എന്നർത്ഥം കൊടുക്കാം. അല്ലെങ്കിൽ തുടക്കത്തിലുള്ള അലം എന്നുള്ളതിലേക്ക് ചേർത്തിട്ട് ഇതിനെ പറയാം. അപ്പോൾ നാം ഇറക്കുകയും ചെയ്തില്ലേ, നാം ഇറക്കി വെക്കുകയും ചെയ്തില്ലേ, വ വദഅന. അപ്പോൾ ഇവിടെ അത്ഫിൻ്റെ വാവ് എങ്ങോട്ട് അത്ഫ് ചെയ്യണം, എങ്ങോട്ട് ചേർക്കണം എന്നുള്ളതിൽ നമുക്ക് വേണമെങ്കിൽ തുടക്കത്തിലുള്ള അലം എന്നുള്ളതിലേക്ക് ചേർക്കണം എന്ന് പറയാം. അങ്ങനെ ആ തുടക്കത്തിലുള്ള അലം എന്നതിലേക്ക് ചേർക്കുമ്പോൾ ശരിക്കും അവിടെ വ വദഅന എന്നുള്ളതിൻ്റെ കൂടെ അലം എന്നും കൂടെ ഉണ്ട്. അപ്പോൾ നാം ഇറക്കി വെക്കുകയും ചെയ്തില്ലേ. അല്ലെങ്കിൽ
നേരെ അവിടെ തന്നെ എന്ന് മാത്രം അർത്ഥം കൊടുക്കാം, നാം ഇറക്കി വെക്കുകയും ചെയ്തു. അങ്ക, അൻ എന്നുള്ളതിന് പല അർത്ഥങ്ങളുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ അതിനെ സംബന്ധിച്ച്, അതിനെക്കുറിച്ച് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ഇൽ നിന്ന്, സാധാരണ മിൻ എന്ന് പറയില്ലേ, അതുപോലെയുള്ള അർത്ഥമുണ്ട്. അപ്പോൾ അൻക, താങ്കളിൽ നിന്ന്, ക എന്ന് പറഞ്ഞാൽ താങ്കൾ, അൻക താങ്കളിൽ നിന്ന്. അപ്പോൾ വദഅ്നാ അൻക, താങ്കളിൽ നിന്ന് നാം ഇറക്കി വെക്കുകയും ചെയ്തു, അല്ലെങ്കിൽ നാം ഇറക്കി വെക്കുകയും ചെയ്തില്ലേ. എന്ത്? വിസ്റക, വിസ്റുൻ എന്ന് പറഞ്ഞാൽ ഭാരം, വിസ്റ എന്ന് പറയുമ്പോൾ ഭാരത്തെ. അങ്ങനെ അവിടെ അവസാനത്തിൽ ഫത്ത് കൊടുക്കുമ്പോൾ അത് മഫ്ഊലുൻ ബിഹി ആയതുകൊണ്ടാണ്. അപ്പോൾ അവിടെ അർത്ഥം പറയുമ്പോൾ ഭാരത്തെ. വിസ്റക, ക എന്ന് പറഞ്ഞാൽ താങ്കളുടെ, വിസ്റക താങ്കളുടെ ഭാരത്തെ. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം വദഅ്നാ അൻക വിസ്റക, താങ്കളിൽ നിന്ന് താങ്കളുടെ ഭാരത്തെ നാം ഇറക്കി വെക്കുകയും ചെയ്തില്ലേ, അല്ലെങ്കിൽ താങ്കളിൽ നിന്ന് താങ്കളുടെ ഭാരത്തെ നാം ഇറക്കി വെക്കുകയും ചെയ്തു. അടുത്തായത് അല്ലസി അൻഖദ ലഹ്റക. അല്ലസി എന്ന് വരുമ്പോൾ അത് മൗസൂലയുടെ ഇസ്മായിട്ടാണ് പറയാം, അതായത് മറ്റൊന്നിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞ ആ ഭാരത്തെക്കുറിച്ച് ഒന്നുകൂടെ പറയണം. ആ ഭാരം എങ്ങനെയുള്ള ഭാരം, അതിനെ വിശേഷിപ്പിക്കുകയാണ്. ആ ഭാരത്തിൻ്റെ പ്രത്യേകത എന്താണ്? അല്ലസി അൻഖദ, അങ്ങനെയുള്ളതായ ഭാരം. അപ്പോൾ അല്ലസി എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളതായ, അല്ലെങ്കിൽ അങ്ങനെയുള്ള, അങ്ങനെയുള്ളവൻ, അതൊക്കെ ആ രൂപത്തിലൊക്കെ അതിനർത്ഥം കൊടുക്കും സന്ദർഭത്തിനനുസരിച്ച്. അപ്പോൾ ഇവിടെ തൊട്ട് മുമ്പ് ഭാരത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് അല്ലസി അങ്ങനെയുള്ളതായ, അൻഖദ, അൻഖദ എന്ന് പറഞ്ഞാൽ ഒടിച്ചു കളഞ്ഞു, അല്ലെങ്കിൽ ഞെരുക്കിക്കളഞ്ഞു, ഒടിച്ചു ഞെരുക്കി എന്നൊക്കെയാണ്. അല്ലസി അൻഖദ, ഒടിച്ചു കളഞ്ഞതായ, ഞെരുക്കിയതായ. അപ്പോൾ ആ ഭാരത്തെക്കുറിച്ചാണ് പറഞ്ഞത്. എങ്ങനെയുള്ള ഭാരം? ഞെരിച്ച് കളഞ്ഞതായ ഭാരം, ഒടിച്ചു കളഞ്ഞതായ ഭാരം. എന്തിനെ? ലഹ്റക, ലഹ്റുൻ എന്ന് പറഞ്ഞാൽ മുതുക്, അല്ലെങ്കിൽ നമ്മുടെ പുറം ഭാഗം. ലഹ്റ എന്ന് പറയുമ്പോൾ മുതുകിനെ, പുറത്തെ. ലഹ്റക, താങ്കളുടെ, താങ്കളുടെ മുതുകിനെ. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം അല്ലസീ അൻഖദ ലഹ്റക, താങ്കളുടെ മുതുകിനെ ഒടിച്ചു കളഞ്ഞതായ, അല്ലെങ്കിൽ താങ്കളുടെ മുതുകിനെ ഞെരിച്ച് കളഞ്ഞതായ, ഞെരുക്കിയതായ. അത് ശരിക്ക് തൊട്ട് മുമ്പത്തെ ആയത്തിലേക്ക് ചേർത്ത് പറയുമ്പോഴാണ് അതിൻ്റെ അർത്ഥം മനസ്സിലാവുക. തൊട്ട് മുമ്പത്തെ ആയത്തിൽ താങ്കളുടെ ഭാരത്തെ താങ്കളിൽ നിന്ന് നാം ഇറക്കി വെക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ ഭാരത്തെക്കുറിച്ച് പറയാണ് താങ്കളുടെ മുതുകിനെ ഞെരുക്കിയതായ എന്ന് പറഞ്ഞാൽ താങ്കളുടെ മുതുകിനെ ഞെരിച്ച് കളഞ്ഞതായ ആ ഭാരത്തെ, താങ്കളുടെ മുതുകിനെ ഞെരിച്ച് കളഞ്ഞതായ, ഒടിച്ചു കളഞ്ഞതായ ഭാരത്തെ നാം താങ്കളിൽ നിന്ന് ഇറക്കി വെക്കുകയും ചെയ്തില്ലേ. നാലാമത്തെ ആയത്ത് വ റഫഅന ലക സിക്റക്. വ റഫഅന, റഫഅ എന്ന് പറഞ്ഞാൽ ഉയർത്തി. റഫഅന നാം ഉയർത്തി, അവസാനത്തിൽ ന എന്ന് വരുമ്പോൾ നാം. അപ്പോൾ റഫഅന നാം ഉയർത്തി. അതിന് തുടക്കത്തിൽ വാവുണ്ട്. അവിടെ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ വ റഫഅന എന്ന് പറയുമ്പോൾ നാം ഉയർത്തുകയും ചെയ്തു എന്നർത്ഥം കൊടുക്കാം. അല്ലെങ്കിൽ അലം എന്നുള്ളതിലേക്ക് അത്ഫ് ചെയ്തു എന്നുള്ള അർത്ഥത്തിൽ നാം ഉയർത്തുകയും ചെയ്തില്ലേ എന്നുള്ള അർത്ഥവും കൊടുക്കാം. അപ്പോൾ ഒന്നുകിൽ നാം ഉയർത്തുകയും ചെയ്തു എന്നുള്ള അർത്ഥം കൊടുക്കാം, അല്ലെങ്കിൽ നാം ഉയർത്തുകയും ചെയ്തില്ലേ എന്ന രൂപത്തിലും പറയാം. ലക്ക താങ്കൾക്ക്, സിക്റക്ക, സിക്റുൻ എന്ന് പറഞ്ഞാൽ പേര്, പ്രശസ്തി, കീർത്തി, സ്മരണ, ഉപദേശം, പല അർത്ഥങ്ങളുണ്ട്. ഖുർആനെ സൂചിപ്പിക്കാനും സിക്ർ എന്ന് ഉപയോഗിക്കാറുണ്ട്. ഇവിടെ നമുക്ക് കീർത്തി അല്ലെങ്കിൽ പേര് എന്നുള്ള അർത്ഥം കൊടുക്കാം. അപ്പോൾ സിക്റ പേരിനെ, പ്രശസ്തിയെ, കീർത്തിയെ, ക താങ്കളുടെ. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം വ റഫഅന ലക സിക്റക, താങ്കൾക്ക് താങ്കളുടെ പേരിനെ, താങ്കളുടെ കീർത്തിയെ, താങ്കളുടെ പ്രശസ്തിയെ നാം ഉയർത്തിത്തരികയും ചെയ്തില്ലേ. ഇത് നമുക്ക് ഈ 4 ആയത്തുകൾ പഠിക്കാം. ബാക്കിയുള്ള 4 ആയത്തുകൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. എന്താണ് ഈ ആയത്തുകളിൽ അള്ളാഹു പറയുന്നത്? ഇവിടെ ഈ ആദ്യ 4 ആയത്തുകളിൽ അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകിയ 3 അനുഗ്രഹങ്ങളെ എടുത്തു പറയുകയാണ്. എന്തൊക്കെയാണവ? ഒന്ന്, താങ്കൾക്ക് ഹൃദയവിശാലത നൽകിയില്ലേ, മനസ്സിന് വിശാലത നൽകിയില്ലേ. മറ്റൊന്ന്, താങ്കളുടെ മുതുകിനെ ഞെരുക്കുന്ന ഭാരത്തെ നാം ഇറക്കി തന്നില്ലേ, ഒഴിവാക്കി തന്നില്ലേ. അടുത്തത്, താങ്കളുടെ പേര് നാം ഉയർത്തി തന്നില്ലേ. ഈ 3 കാര്യങ്ങളാണ് ഈ ആദ്യ 4 ആയത്തുകളിലൂടെ അള്ളാഹു എടുത്തു പറയുന്നത്. അപ്പോൾ നെഞ്ചിന് വിശാലത നൽകുക എന്ന് പറഞ്ഞാൽ നെഞ്ചളവ് കൂട്ടുക എന്നല്ല, ചെസ്റ്റ് അളവ് കൂട്ടുക എന്നല്ല. അതിൻ്റെ അർത്ഥം ആ നെഞ്ചിനകത്തിരിക്കുന്ന ഹൃദയം നമുക്കറിയാം. ആ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റാത്ത രൂപത്തിൽ, ഇതുവരെ ശാസ്ത്രത്തിന് പോലും എവിടെയാണെന്ന് മനസ്സിലാവാത്ത രൂപത്തിലൊരു മനസ്സുണ്ട്. എല്ലാവർക്കും മനസ്സുണ്ടെന്നറിയാം, പക്ഷേ ആ മനസ്സ് എങ്ങനെയാണ് സംവിധാനിച്ചിരിക്കുന്നുള്ളത് ഇതുവരെ ആർക്കും അറിയില്ല. ആ ഹൃദയത്തിനകത്താണ് മനസ്സ്. അപ്പോൾ ആ ഹൃദയത്തിന് വിശാലത നൽകിയില്ലേ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം ആ മനസ്സിന് വിശാലത നൽകിയില്ലേ. അതൊരു വലിയ അനുഗ്രഹമാണ്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഈ അനുഗ്രഹത്തെ അള്ളാഹു എടുത്തു പറയാണ്. താങ്കൾക്ക് നാം ഹൃദയവിശാലത, മനസ്സിന് വിശാലത നൽകിയില്ലേ? ഒരു പ്രബോധകന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം മനസ്സിന് വിശാലതയാണ്. ഇപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ള ആളുകൾ അംഗീകരിക്കണമെന്നില്ല. അവരൊരു പക്ഷേ എതിർക്കും, നമ്മൾ പറയുന്നതിനെ എതിർക്കും. അങ്ങനെ എതിർക്കുന്ന സമയത്ത് അവരോട് പൊട്ടിത്തെറിക്കേണ്ടവനല്ല ഒരു സത്യവിശ്വാസി, ഒരു പ്രബോധകൻ. ആ സത്യവിശ്വാസി മറ്റുള്ളവരെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ശാന്തതയോടുകൂടി, സ്നേഹത്തോടുകൂടി അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടവനാണ്. അതിന് ഹൃദയവിശാലത വേണം, മനസ്സിന് വിശാലത വേണം. നമുക്കറിയാം, ഫിർഔനിൻ്റെ അടുത്തേക്ക് അള്ളാഹു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പോകാൻ വേണ്ടി പറഞ്ഞു. ആ ഫിർഔനോട് പോയിട്ട് തൗഹീദ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ആ സമയത്ത് എന്താണ് ആദ്യമായിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത്? അവിടെ പ്രാർത്ഥിച്ചത് വളരെയധികം പ്രാധാന്യമുള്ളൊരു പ്രാർത്ഥനയാണ്. ഞാൻ ഈ ഫിർഔൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഫിർഔൻ ഒരു പക്ഷേ എന്തും എന്നെ ചെയ്യും, ആ ഫിർഔന് ഒരു ഹൃദയവിശാലത നൽകണേന്നല്ലല്ലോ പ്രാർത്ഥിച്ചത്. ഞാൻ പറയുന്ന മുഴുവൻ കാര്യങ്ങളും അംഗീകരിക്കാനുള്ള മനസ്സ് ആ ഫിർഔന് ഉണ്ടാക്കണേ നല്ല പ്രാർത്ഥിച്ചത്. മറിച്ച് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് റബ്ബിശ്റഹ് ലീ സ്വദിരി എന്നാണ്. എനിക്ക് ഹൃദയവിശാലത നൽകണേ എന്നാണ്. ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഫിർഔന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഫിർഔൻ ഒരു പക്ഷേ പല തരത്തിലും ക്രൂരതകൾ പ്രവർത്തിച്ചേക്കാം, എന്നെ പല രൂപത്തിലും എതിർത്തേക്കാം, എനിക്കൊരുപാട് പ്രയാസങ്ങൾ വരുത്തിയേക്കാം. അതെല്ലാം ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള കരുത്ത്, അങ്ങനെയുള്ളൊരു ഹൃദയവിശാലത, അങ്ങനെയുള്ളൊരു മനസ്സ് എനിക്ക് നൽകണേ എന്നാണ് പ്രാർത്ഥിച്ചത്. നോക്കൂ, നിങ്ങൾ വല്ലാത്തൊരു പ്രാർത്ഥനയാണത്. കാരണം നമ്മൾ പറയുന്നത് മറ്റുള്ളവരെല്ലാവരും അംഗീകരിച്ചോളണമെന്നില്ല. അങ്ങനെ അംഗീകരിക്കാതിരിക്കുമ്പോൾ അത് ഉൾക്കൊള്ളാനും ആളുകൾ അങ്ങനെയൊക്കെയാണ് എന്ന് മനസ്സിലാക്കാനും സ്നേഹത്തോടു കൂടി ആ കാര്യങ്ങൾ അവരെ ബോധിപ്പിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവണം. അതല്ലാതെ അവരോട് അങ്ങോട്ട് തട്ടിക്കയറി പൊട്ടിത്തെറിക്കേണ്ടവരല്ല ഒരു പ്രബോധകൻ, ഒരു സത്യവിശ്വാസി. നമ്മൾ മനസ്സിലാക്കിയതാണ് മക്കം ഫത്ഹിൻ്റെ വേളയിൽ എന്താണ് സംഭവിച്ചത്. അവിടെ കൂടിയ ആളുകളിൽ പലരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അധികാരം കിട്ടിയ സമയമാണ്. എന്തും ചെയ്യാം, ഏത് രൂപത്തിലും പ്രതികാരം ചെയ്യാം. അത്രത്തോളം ക്രൂരതകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെയ്ത ആളുകൾ ആ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അവരൊക്കെ എന്തായാലും നമുക്ക് കടുത്ത ശിക്ഷകൾ ലഭിക്കും എന്ന ഒരു ധാരണയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് അവരോട് പറഞ്ഞത്? നിങ്ങൾ സ്വതന്ത്രരാണ്, നിങ്ങൾ പൊയ്ക്കോളൂ, യാതൊരു തരത്തിലും നിങ്ങൾക്ക് ശിക്ഷാ നടപടിയില്ല, നിങ്ങൾ സ്വതന്ത്രരാണ്, നിങ്ങൾ പൊയ്ക്കോളൂ. വല്ലാത്തൊരു ഹൃദയവിശാലതയല്ലേ അവിടെ കാണിച്ചു തന്നത്. അതേപോലെ മക്കയിലുള്ള എതിർപ്പുകൾ ശക്തമായി വന്നപ്പോൾ, സഹിക്കാൻ വയ്യാതായപ്പോൾ ത്വായിഫിലുള്ള സ്വന്തം കുടുംബത്തിൻ്റെ അടുത്തേക്ക് പോയല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ പ്രതീക്ഷയോട് കൂടിയാണ് പോയത്. അവിടെയുള്ള കുടുംബക്കാരൊക്കെ എന്നെ സ്വീകരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ അവരെന്താ ചെയ്തത്? ചെറിയ കുട്ടികളെപ്പോലും വിട്ടിട്ട് കല്ലെറിയിപ്പിക്കുക ചെയ്ത്, കല്ലെറിഞ്ഞ് അവിടുന്ന് ഓടിക്കുകയാണ് ചെയ്തത്. കാലിൽ നിന്ന് രക്തം താഴേക്ക് ഒഴുകി. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പ്രാർത്ഥിച്ചത്, അള്ളാഹുവേ ഇവരോട് പൊറുക്കണേ, അവർക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് അവരങ്ങനെയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഒരു മനസ്സ്, അത് വല്ലാത്തൊരു മനസ്സാണ്. നമുക്കാർക്കെങ്കിലും അങ്ങനെ ഒരു മനസ്സുണ്ടാവുമോ എന്ന് ആലോചിച്ച് നോക്കണം. നമ്മെ ഇങ്ങോട്ട് ഉപദ്രവിക്കുന്ന ആളുകൾക്ക് അവർക്ക് ശിക്ഷ ലഭിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു കാരണവുമില്ലാതെ നമ്മളെ ഉപദ്രവിക്കുന്ന ആളുകൾക്ക് അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കും അവരങ്ങനെയൊക്കെ ചെയ്തത് എന്നുള്ള രൂപത്തിൽ അവർക്ക് അനുകൂലമായി, അവർക്ക് രക്ഷ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ആ ഒരു മനസ്സ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുണ്ട്. അപ്പോൾ വിശാല മനസ്സ് എന്നുള്ളത് അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. ആ ഒരു മനസ്സ് താങ്കൾക്ക് നൽകിയില്ലേ എന്നാണ് ആദ്യത്തെ ആയത്തിൽ അള്ളാഹു ചോദിക്കുന്നത്. അതല്ലാതെ താങ്കൾ പ്രബോധനം ചെയ്യുന്ന ആളുകൾക്കൊക്കെ അവർക്ക് നല്ല മനസ്സ് നൽകിയില്ലേ, താങ്കൾക്കൊരു എതിർപ്പും ഇല്ലാത്ത രൂപത്തിൽ അവരെ മാറ്റിയില്ലേ എന്നല്ല. താങ്കൾക്കതൊക്കെ സഹിക്കാനും താങ്ങാനുമുള്ള ഒരു വിശാല മനസ്സ് താങ്കൾക്ക് നൽകിയില്ലേ എന്നാണ് ഒന്നാമത്തെ ആയത്തിലെ അനുഗ്രഹമായിട്ട് പറയുന്നത്. ഇതിൽ നമുക്കും വലിയ പാഠമുണ്ട്. നമ്മളെപ്പോഴും ചിന്തിക്കുക, നമ്മളൊരു കാര്യം മറ്റുള്ള ആളുകളോട് പറയുമ്പോൾ അത് മറ്റുള്ളവർ സ്വീകരിക്കണം, അതിനുള്ള മനസ്സ് അവർക്കുണ്ടാക്കണം എന്നുള്ള രൂപത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കുക. അതല്ലാതെ ആ സമയത്ത് നമുക്ക് കിട്ടുന്ന എതിർപ്പുകളും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ സഹിക്കാനും അത് ക്ഷമിക്കാനുമുള്ള കരുത്ത് നമുക്കുണ്ടാവണേ എന്നല്ലല്ലോ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്. പക്ഷേ അതാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്. അങ്ങനെയുള്ള കരുത്താണ്, മാനസിക വിശാലതയാണ് അള്ളാഹു പ്രവാചകന്മാർക്ക് നൽകിയതും. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ആയത്തിൽ താങ്കൾക്ക് നാം മനസ്സിന് വിശാലത നൽകിയില്ലേ. രണ്ടാമത്തെ ആയത്തിൽ താങ്കളുടെ മുതുകിനെ ഞെരുക്കുന്ന ഭാരത്തെ നാം താങ്കളിൽ നിന്ന് ഇറക്കി വെച്ച് തന്നില്ലേ.
എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുതുകിനെ ഞെരിക്കുന്ന ഭാരം? ഇതെന്താണ് എന്നതിനെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, പാപഭാരം. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു സത്യവിശ്വാസിയുടെ അടുത്ത് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ അതൊരു വലിയ ഭാരമായിട്ട് ഇങ്ങനെ കിടക്കുമല്ലേ? പലപ്പോഴും നമുക്കൊക്കെ അനുഭവം ഉണ്ടാവും. മുമ്പ് എവിടെയോ വായിച്ചതായിട്ട് ഓർക്കുന്നു, വിദേശത്ത് വെച്ച് കുറേ വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ കൂടെ ജോലി ചെയ്ത ഒരാൾക്ക് ഒരു 40 രൂപയോ മറ്റോ കൊടുക്കാനുണ്ടായിട്ട് അത് കൊടുക്കാതെ നാട്ടിലേക്ക് പോരേണ്ടി വന്ന ഒരാളുടെ അവസ്ഥ. അദ്ദേഹത്തിന് ആകെ പ്രയാസമാണ്. അയാളുടെ നമ്പറില്ല, അയാൾ എവിടെയാണെന്നറിയില്ല, ഒന്നും അറിയില്ല. പക്ഷേ അയാൾക്കൊരു 40 രൂപ കൊടുക്കാനുണ്ട്, കടമുണ്ട്. പക്ഷേ ഇയാൾക്ക് ആകെ പ്രയാസമാണ്. ആ 40 രൂപ ഞാൻ കൊടുത്തിട്ടില്ലല്ലോ. അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം സോഷ്യൽ മീഡിയയിലോ മറ്റോ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അന്ന് ആ ഒരു പൈസ ആരുടെ നിന്നാണോ വാങ്ങിയത് അദ്ദേഹം ഇത് കാണുകയും ഇദ്ദേഹത്തെ കോണ്ടാക്റ്റ് ചെയ്ത് ഇദ്ദേഹത്തെ ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ആ 40 രൂപ കൊടുത്തു. അപ്പോഴാണ് അദ്ദേഹത്തിനൊരു സമാധാനമായത്. 40 രൂപ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണെങ്കിലും ഇദ്ദേഹത്തിൻ്റെ മനസ്സിനുണ്ടായ വേദന വളരെ വലുതാണ്. കാരണം അതൊരു കടമായിട്ട് അവിടെ കിടക്കൂലേ, നാളെ പരലോകത്തെത്തുമ്പോൾ അള്ളാഹു ചോദിക്കൂലേ എന്നുള്ള പേടിയാണ്. അപ്പോൾ പലപ്പോഴും സത്യവിശ്വാസികൾക്ക് ചെറിയ നിസ്സാരമായ കാര്യങ്ങളാണെങ്കിലും അത് മനസ്സിനെ വല്ലാതെ പ്രയാസപ്പെടുത്തും. മറ്റൊരു സഹോദരി സൂചിപ്പിക്കുകയുണ്ടായി, അറിവില്ലാത്ത സമയത്ത് ഒരു ടെക്സ്റ്റൈൽസിൽ നിന്ന് എന്തോ എടുത്ത സമയത്ത് മനഃപൂർവ്വം ആ ടെക്സ്റ്റൈൽസിലുള്ള അതിൻ്റെ കടയുടമക്ക് കുറച്ച് പൈസ കൊടുക്കാതിരിക്കുകയോ അവിടുന്ന് മറ്റെന്തോ ഒരു സാധനം എടുക്കുകയോ ഒക്കെ ചെയ്ത് പിന്നീട് അദ്ദേഹത്തെ കണ്ട് ആ പൈസ അദ്ദേഹത്തിന് കൊടുത്തതിന് ശേഷമാണ് ആ സഹോദരിക്കൊരു സമാധാനം കിട്ടിയത്. അപ്പോൾ പലപ്പോഴും സത്യവിശ്വാസികൾക്ക് അങ്ങനെയാണ്. ഒരു പാപം, ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ അത് മനസ്സിന് വലിയൊരു ഭാരമാണ്. ശരിക്കും നമ്മുടെ ഈമാനിനെ നമുക്ക് തന്നെ ഒന്ന് വിലയിരുത്താൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണത്. എന്തെങ്കിലും ഒരു തെറ്റ് വന്നു പോയാൽ മനസ്സിനൊരു ഭാരമുണ്ടോ, മനസ്സിനൊരു പ്രയാസം തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് ഈമാനിൻ്റെ അളവുണ്ട്. തെറ്റൊക്കെ ചെയ്തിട്ടും യാതൊരു പ്രയാസവും തോന്നുന്നില്ലെങ്കിൽ നമ്മുടെ ഈമാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഈമാൻ നമുക്ക് വളരെ കുറവാണെന്നർത്ഥം. പക്ഷേ ഇവിടെ ഒരു ചോദ്യം വരും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അതുപോലെ എന്ത് തെറ്റാണ് സംഭവിച്ചത്? ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ ഈ ഒരു നുബൂവത്ത് അല്ലെങ്കിൽ പ്രവാചകത്വം കിട്ടുന്നതിന് മുമ്പ്, അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനാക്കുന്നതിന് മുമ്പ് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് പല തെറ്റുകളും നടന്നിരുന്ന ഒരു കാലഘട്ടമാണ്. പല തെറ്റുകളും ചെയ്തിരുന്ന ആളുകളുടെ കൂട്ടത്തിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. കഴിവിൻ്റെ പരമാവധി അത്തരം പാപങ്ങളൊന്നും തെറ്റുകളൊന്നും ചെയ്യാതെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ജീവിച്ചത്. മറ്റുള്ള ആരാധ്യ വസ്തുക്കളെ ആരാധിക്കുകയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ എങ്കിലും അറിയാതെയെങ്കിലും എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ആ കൂട്ടത്തിൽ വന്നിട്ടുണ്ടാവുമോ എന്നുള്ളൊരു പേടി. അപ്പോൾ അത്തരം ഭാരങ്ങളൊക്കെ അള്ളാഹു ഇറക്കി വെച്ച് കൊടുത്തു. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നതാണ് ഒരു അഭിപ്രായം. ഇനി അതുമാത്രമല്ല, പ്രവാചകത്വം ലഭിച്ചതിന് ശേഷം, അള്ളാഹു പ്രവാചകനായി നിശ്ചയിച്ചതിന് ശേഷവും ചില കാര്യങ്ങളിലൊക്കെ ചില ഉപദേശങ്ങൾ അള്ളാഹു നൽകേണ്ടി വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന്, കണ്ണ് കാണാത്ത അബ്ദുല്ലാഹി ഇബ്നു ഉബി മക്തൂം എന്ന് പറയുന്ന സ്വഹാബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വരവ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇഷ്ടമാകാത്തത് കൊണ്ട് ഒരു മുഖം ചുളിച്ച ഒരു സംഗതി ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളിലൊക്കെ അള്ളാഹു ചില ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ആ ചെയ്തത് ശരിയായില്ല. അപ്പോൾ അത്തരം തെറ്റുകളുടെ ഭാരങ്ങളൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വലിയ ഭാരമായിട്ട് തോന്നി. ആ ഭാരങ്ങളൊക്കെ ഒഴിവാക്കി കൊടുത്തു, ഇറക്കി കൊടുത്തു. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. രണ്ടാമതായിക്കൊണ്ട് ചെറിയ പ്രായം തൊട്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പാപങ്ങളിലേക്ക് പോവാതെ, തെറ്റുകളിലേക്ക് പോകാതെ സംരക്ഷിച്ചു എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വ്യാഖ്യാനിച്ചവരുണ്ട്. മൂന്നാമതായി, നുബുവത്തിൻ്റെ ഭാരം, അതായത് പ്രവാചകത്വത്തിൻ്റെ ഭാരം. അള്ളാഹു വലിയ ഒരു ഡ്യൂട്ടിയാണ്, ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചത്. പ്രവാചകനാക്കുക, അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. ആ നാട്ടിലുള്ള ആളുകളൊക്കെ ആചരിച്ച് പോന്നിരുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഒരൊറ്റ വ്യക്തി അതൊക്കെ തിരുത്താൻ വേണ്ടി പറയാമെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഉത്തരവാദിത്തമാണത്. കൂടെ ചേരാൻ മറ്റൊന്നുമില്ല, ഒരൊറ്റ വ്യക്തി ഇവരോടൊക്കെ ഈ കാര്യങ്ങളൊക്കെ തിരുത്തി കൊടുക്കണം, അവരോട് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ നുബുവത്തിൻ്റെ, പ്രവാചകത്വത്തിൻ്റെ ഭാരം, ആ ഭാരം പിന്നീട് മക്കം ഫത്ഹോടുകൂടി, മക്ക വിജയത്തോടുകൂടി ശരിക്കും ഒരുപാട് ഒഴിവായി കിട്ടി. അപ്പോൾ ആ ഒരു നുബുവത്തിൻ്റെ, പ്രവാചകത്വത്തിൻ്റെ ഭാരം അള്ളാഹു ഇറക്കി കൊടുത്തു. ആളുകളൊക്കെ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു ഭാരം അള്ളാഹു ഇറക്കി കൊടുത്തു. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട്. നാലാമതായി, എഴുത്തും വായനയും ഒന്നും അറിയാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ പഠിക്കണം, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം, മനപ്പാഠം പഠിക്കണം, അതൊക്കെ ഒരു ഭാരമാണല്ലോ. അപ്പോൾ ആ ഭാരം അത് അള്ളാഹു എളുപ്പമാക്കി കൊടുത്തു. ആ ഒരു
പഠിക്കലും ഖുർആൻ പഠിക്കലും മറ്റുള്ളവർക്കത് പറഞ്ഞു കൊടുക്കാൻ ഓർമ്മയിൽ നിലനിർത്തലും ആ കാര്യങ്ങളൊക്കെ അള്ളാഹു എളുപ്പമാക്കി കൊടുത്തു. അതാണ് ഇവിടെ ഭാരം ഇറക്കി വെച്ചു എന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞവരുമുണ്ട്. അഞ്ചാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച് വളരുന്ന സമയത്ത് ആ ഒരു സമൂഹത്തെ എടുത്ത് നോക്കുകയാണെങ്കിൽ അക്രമങ്ങളും അനീതിയുമൊക്കെ കൊടികുത്തി വാഴുന്നൊരു സമൂഹം, പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടുന്നൊരു സമൂഹം. അങ്ങനെയുള്ള ജാഹിലിയ കാലത്തുള്ള അക്രമവും അനീതിയുമൊക്കെ കാണുമ്പോൾ മനസ്സിനുണ്ടാകുന്നൊരു വിഷമം, ആ ഭാരമാണ് ഉദ്ദേശിച്ചത്. പക്ഷേ പിന്നീട് ആളുകളൊക്കെ സത്യം സ്വീകരിക്കുകയും അങ്ങനെയുള്ള തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിൽക്കുകയും ചെയ്തു. ആ ഭാരം അള്ളാഹു ഇറക്കി വെച്ചു എന്നർത്ഥം. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞവരുമുണ്ട്. ചുരുക്കത്തിൽ പല അഭിപ്രായങ്ങളുമുണ്ട് എന്താണ് ഈ ഭാരം ഇറക്കി വെച്ചു എന്ന് പറഞ്ഞതിൽ നിന്ന് എന്നുള്ള കാര്യം. ഏതായാലും അള്ളാഹു ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അദ്ദേഹത്തിൻ്റെ മുതുകിനെ ഞെരിക്കുന്ന എന്ന് പറഞ്ഞാൽ അത്രയും പ്രയാസമുണ്ടാക്കിയെന്നാണ് ഉദ്ദേശം. അത്രയും പ്രയാസമുണ്ടാക്കുന്ന ഭാരം അള്ളാഹു ഇറക്കി തന്നില്ലേ എന്നാണ് രണ്ടാമത്തെ കാര്യമായിട്ട് എടുത്തു പറഞ്ഞത്. അടുത്തൊരു അനുഗ്രഹമായിട്ട് അള്ളാഹു എടുത്തു പറഞ്ഞത് വറഫഅനാ ലക സിക്റക്, താങ്കൾക്ക് താങ്കളുടെ കീർത്തി, താങ്കളുടെ പ്രശസ്തി, താങ്കളുടെ പേര് നാം ഉയർത്തി തന്നില്ലേ എന്നാണ്. അപ്പോൾ അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ഉയർത്തി കൊടുത്തിട്ടുണ്ട്. അത് പല രൂപത്തിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിന് മുമ്പ് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പല വേദഗ്രന്ഥങ്ങളിലുമുണ്ട്. അള്ളാഹു ഇറക്കിയ പല വേദഗ്രന്ഥങ്ങളിലുണ്ട്. തൗറാത്തിലും ഇഞ്ചീലിലും മാത്രമല്ല, ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിലടക്കം നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചുള്ള പരാമർശം കാണാൻ സാധിക്കും. അപ്പോൾ ആ രൂപത്തിൽ അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിനെ ഉയർത്തി. ഇനി പ്രവാചകനാകുന്നതിന് മുമ്പ് ആ നാട്ടുകാർ അദ്ദേഹത്തെ വളരെയധികം ആദരവോടുകൂടിയാണ് കണ്ടിരുന്നത്. അൽ അമീൻ എന്നുള്ള ഒരു സ്ഥാനപ്പേര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആളുകൾ കൊടുത്തിരുന്നു. അത് പ്രവാചകനാകുന്നതിന് മുമ്പാണ്. അങ്ങനെ കൊടുക്കാൻ എന്താണ് കാരണം? അൽ അമീൻ എന്ന് പറഞ്ഞാൽ വിശ്വസ്തൻ എന്നാണ് അർത്ഥം. അപ്പോൾ സത്യസന്ധനാണ്, വിശ്വസ്തനാണ്. ആ ആളുകളുടെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഒരു തർക്കമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, അന്ന് പ്രവാചകനായിട്ടില്ല, ഈ ഒരു മുഹമ്മദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെയാണ് അവർ സമീപിക്കുക. ഹജറുൽ അസ്വദ് എവിടെ വെക്കണം എന്നുള്ളൊരു തർക്കമുണ്ടായ സമയത്തൊക്കെ നമുക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിപ്രായമാണ് അവർ തേടിയത്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും അവർക്ക് വിശ്വസ്തനായിരുന്നു, അവർ സത്യസന്ധനായിട്ട് മനസ്സിലാക്കിയ ആളാണ്. ആ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പ്രവാചകനാകുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു ഉയർത്തിയിട്ടുണ്ട്. ഇനി പ്രവാചകത്വം ലഭിച്ചതിന് ശേഷം സ്വാഭാവികമായിട്ടും പേരുയർന്നു, പ്രവാചകനാണല്ലോ, അപ്പോൾ പേരുയർന്നു. ആ ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷവും അദ്ദേഹത്തിൻ്റെ പേര് വളരെയധികം ഉയർന്നിട്ടുണ്ട്, നിലനിൽക്കുന്നുണ്ട് പേര്. നമുക്കറിയാം, ഇന്ന് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് സ്ഥിരമായിട്ട് ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു, ഓർമ്മിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ബാങ്ക് നമ്മളൊന്ന് എടുത്തു നോക്കുക. ലോകത്ത് ബാങ്ക് കൊടുക്കുന്ന സമയം നോക്കുകയാണെങ്കിൽ എല്ലാ സ്ഥലത്തും ഒരേ സമയത്താണോ ബാങ്ക് കൊടുക്കുന്നത്? അല്ലല്ലോ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ളുഹർ ബാങ്ക് കൊടുക്കുന്ന സമയത്താണോ സൗദി അറേബ്യയിൽ ളുഹർ ബാങ്ക് കൊടുക്കുന്നത്? അല്ല, മണിക്കൂറുകളുടെ വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളുടെ തൊട്ടടുത്ത രാജ്യം എടുക്കുകയാണെങ്കിൽ ചില മിനിറ്റുകളുടെ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ നോക്കുമ്പോൾ ലോകത്ത് എല്ലാ സ്ഥലങ്ങളിലും ഏറെക്കുറെ എല്ലാ സമയത്തെന്ന് പറയാം ബാങ്ക് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ആ സമയത്തൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര്, മുഹമ്മദ് എന്നുള്ള പേര് ഉച്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ലോകത്തെല്ലായിടത്തും എല്ലാ സമയത്തും ആ ഒരു പേര് ഉച്ചരിക്കുന്നുണ്ട്. ഇനി നിസ്കാരം എടുക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. എല്ലാ സമയത്തും എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് നിസ്കാരം നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ളുഹറിൻ്റെ സമയത്ത് മറ്റൊരു നാട്ടിൽ ളുഹർ അല്ലെങ്കിലും അവിടെ മറ്റേതെങ്കിലും ഒരു സമയമാണ്. ആ നിസ്കാരം നടക്കും, അല്ലെങ്കിൽ മണിക്കൂറുകൾക്ക് ശേഷം അവിടെ അതേ നിസ്കാരം നടക്കും. അപ്പോൾ ആ രൂപത്തിൽ നിസ്കാരത്തിൻ്റെ സമയത്തൊക്കെ എല്ലാ നിസ്കാരങ്ങളിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് അത്തഹിയ്യാത്തിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് ആ പേര് വരുന്നുണ്ട്. നിസ്കാരത്തിൽ മാത്രമല്ല, ബാങ്കിന് ശേഷമുള്ള ദുആയിൽ, ഉളുവിന് ശേഷമുള്ള ദുആയിൽ, അവിടെയൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളെയും ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ എല്ലാ സമയത്തും ഓരോ നിമിഷവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ഓർത്തുകൊണ്ടിരിക്കുന്നു, ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള വേറെ ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടാവുമോ? വേറെ ഏതെങ്കിലും ഒരു മനുഷ്യനെ ആ രൂപത്തിൽ സദാസമയവും എല്ലാ നിമിഷവും ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ എന്നുള്ള രൂപത്തിൽ എല്ലാ നിമിഷത്തിലും ഓർക്കുന്ന തരത്തിൽ ആരുണ്ടാവുക? അപ്പോൾ ആ രൂപത്തിൽ അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട 3 അനുഗ്രഹങ്ങളെ അള്ളാഹു എടുത്തു പറഞ്ഞു. അതെന്തിനു വേണ്ടിയാണ്? വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആ കാര്യം എന്താണെന്നുള്ളത് അടുത്ത ഭാഗത്ത്, ഈ സൂറത്തിൻ്റെ അടുത്ത ഭാഗത്ത് നമുക്ക് പഠിക്കാം. നമുക്ക് ഈ ആയത്തുകളിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. അലം നശ്റഹ് ലക സദ്റക്,
സ്വദറക് എന്ന് പറയുമ്പോൾ ദാലിന് സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരമാണ് എടുത്ത് പറയണം, കുറച്ച് കട്ടിയിൽ ഗൗരവത്തിൽ പറയാം. ദ് എന്നുള്ള ആ ഒരു ശബ്ദം പുറത്തേക്ക് വെളിവായി കേൾക്കണം. കാഫിന് സുക്കൂനിട്ടിട്ടാണ് അവിടെ പാരായണം നിർത്തേണ്ടത്. അപ്പോൾ ഖ് എന്നുള്ള ശബ്ദം സദറക് സദറക് എന്നുള്ള രൂപത്തിൽ അവിടെ പാരായണം നിർത്തുക. വദഅന അങ്ക, അവിടെ കാഫിൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന് വന്നു, ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക അല്ലെങ്കിൽ അവ്യക്തമാക്കി മണിക്കുക. അപ്പോൾ അങ്ക, അൻ എന്ന് വെളിവാക്കി നൂനെ പറയൂല, അങ്ക അവ്യക്തമായ രൂപത്തിൽ പറയാം. അങ്ക വിസ്റഖ്, അവിടെയും അവസാനത്തിൽ വിസ്റഖ് എഖ് എന്നുള്ള രൂപത്തിൽ അവസാനം കാഫിന് സുക്കൂനിട്ടിട്ട് നിർത്തുക. അല്ലസീ അങ്കദ, അവിടെ അല്ലസീ എന്നുള്ളൊരു നീട്ടലുണ്ടല്ലോ, അതിനുശേഷം ഹംസയാണ് വന്നത്. അങ്കദ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹംസ. അപ്പോൾ മദ്ദിന് ശേഷം ഹംസ വന്നാൽ ആ മദ്ദും ഹംസയും വ്യത്യസ്ത പദങ്ങളിലാണെങ്കിൽ 4-5 ഹർക്കത്തിൻ്റെ ദൈർഘ്യം നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. ഒരേ പദത്തിലാണെങ്കിൽ നിർബന്ധമാണ്, പക്ഷേ ഇവിടെ വ്യത്യസ്ത പദങ്ങളിലായതുകൊണ്ട് നിർബന്ധമല്ല. 4-5 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്. അതിന് മദ് മുൻഫസിൽ എന്നാണ് പറയാം. ഒരേ പദത്തിലാണെങ്കിൽ മദ് മുത്തസിൽ എന്നാണ് പറയാം. അപ്പോൾ ഇവിടെ അല്ലസീ അങ്കദ, അങ്കദ എന്ന് പറയുമ്പോൾ ഖാഫിന് മുമ്പ് സുക്കൂണിന് നൂന് വന്നു. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയും ഇഖ്ഫാ, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക, അവ്യക്തമാക്കി മണിക്കുക. അപ്പോൾ അൻ എന്ന് പറയില്ല, അങ്കദ, ആ നൂനിനെ അവ്യക്തമാക്കിയിട്ട് പറയാം, മണിച്ചുകൊണ്ട്. അങ്കദ ലഹ്റഖ്, അവസാനത്തെ ആ കാഫിന് സുക്കൂനിട്ടിട്ട് നിർത്തുക. റഫഅന ലക സിക്റഖ്, അതിൻ്റെയും അവസാനത്തിൽ സുക്കൂനിട്ടിട്ട് നിർത്തുക. ഇനി നമുക്ക് ഈ ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ നോക്കാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദ്റക് വവദഅന അൻക വിസ്റക് അല്ലസീ അൻഖദ ദഹ്റക് വറഫഅന ലക സിക്റക്. ഗ്രാമർ നോക്കുകയാണെങ്കിൽ അലം നശ്റഹ് എന്നെടുക്കുമ്പോൾ ലം നശ്റഹ്, അതെങ്ങനെ വന്നതാ? ഷറഹ എന്നുള്ള പദത്തിൻ്റെ മുളാരിയാണ് യശ്റഹു നശ്റഹു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. നശ്റഹു എന്ന് പറയുമ്പോൾ അതിൻ്റെ അവസാനത്തിൽ ലമ്മല്ലേ, എന്നാൽ അതിൻ്റെ മുമ്പ് ലം ചേർക്കുമ്പോൾ ആ നശ്റഹു എന്നുള്ള മുളാരിയായിട്ടുള്ള ക്രിയക്ക് ജസ്മ് കിട്ടും. സാധാരണഗതിയിൽ ജസ്മ് എന്ന് പറഞ്ഞാൽ അവസാനത്തിൽ സുക്കൂനിടുക ചെയ്യാം. അപ്പോൾ നശ്റഹു എന്നുള്ളത് നശ്റഹ് എന്നാവും, ലം വന്നതുകൊണ്ടാണത്. ലം നശ്റഹ് എന്ന്. ലക സ്വദ്റക്, താങ്കൾക്ക് വിശാലമാക്കി തന്നില്ലേ എന്തിനെ. എന്തിനെ എന്നുള്ളതിൻ്റെ ഉത്തരം കിട്ടുന്ന ഭാഗത്ത് വരുന്ന പദം അത് മഫ്ഊലുൻ ബിഹി ആയിരിക്കും. മഫ്ഊലുൻ ബിഹി എന്ന് പറഞ്ഞാൽ കർമ്മം അല്ലെങ്കിൽ ഒബ്ജക്റ്റ്. ഈ മഫ്ഊലുൻ ബിഹിക്ക് എപ്പോഴും ഇറാബ് നെസ്ബായിരിക്കും. സാധാരണഗതിയിൽ നെസ്ബ് കൊടുക്കുക ഫത്ത് കൊണ്ടോ ഫത്ത് തൻവീൻ കൊണ്ടോ ആണ്. അതുകൊണ്ടാണ് സ്വദ്റ, താങ്കൾക്ക് വിശാലമാക്കി തന്നില്ലേ എന്തിനെ, നെഞ്ചിനെ, ഹൃദയത്തെ, മനസ്സിനെ. അപ്പോൾ സ്വദ്ർ എന്നുള്ള പദമാണ് അവിടെ വരിക. ആ സ്വദ്ർ എന്നുള്ള പദത്തിന് നെസ്ബ് കിട്ടണം. അതുകൊണ്ടാണ് സ്വദ്റ അതിന് ഫത്ത് ഇട്ടിട്ട് എഴുതിയത്. ഇനി ആ സ്വദ്ർ എന്നുള്ള പദത്തെ ക എന്നുള്ളതിലേക്ക് ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഒരു പദത്തെ മറ്റൊന്നിലേക്ക് ചേർക്കുമ്പോൾ താങ്കളുടെ മനസ്സിനെ, താങ്കളുടെ നെഞ്ചിനെ, താങ്കളുടെ ഹൃദയത്തെ. അപ്പോൾ ക എന്നുള്ളത് മുലാഫിൻ ഇലൈഹി എന്നാണ് പറയുക. ഒരു ഇസ്മിനെ മറ്റൊരു ഇസ്മിലേക്ക് ചേർത്തി പറയുമ്പോൾ ഏതിലേക്കാണോ ചേർത്തിയത് അതിനെ മുലാഫിൻ ഇലൈഹി എന്ന് പറയും. ഈ മുലാഫിൻ ഇലൈഹിക്ക് എപ്പോഴും ഇറാബ് ജറായിരിക്കും. പക്ഷേ ഇവിടെ ക എന്നുള്ളത് മബ്നി ആയിട്ടുള്ളൊരു പദം എന്നാണ് പറയുക. അതിന് മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റില്ല, അത് അങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ. അപ്പോൾ അത് ജെറിൻ്റെ അവസ്ഥയിലാണ് അല്ലെങ്കിൽ ജെറിൻ്റെ സ്ഥാനത്താണെന്ന് പറയാം. അതിന് ജെറിൻ്റെ അടയാളമായിട്ട് സാധാരണ നമ്മൾ കൊടുക്കാറുള്ള കെസറിട്ട് കൊടുക്കാനൊന്നും പറ്റില്ല, അത് ജെറിൻ്റെ സ്ഥാനത്താണെന്ന് പറയാം. അടുത്ത ആയത്ത് വദഅന, നാം ഇറക്കി വെക്കുകയും ചെയ്തില്ലേ എന്തിനെ. അവിടെ അതിൻ്റെ ഉത്തരം വരുന്നത് വിസ്റ, ഭാരത്തെ എന്നാണ്. അപ്പോൾ ആ വിസ്ർ എന്നുള്ള പദം അവിടെ മഫ്ഊലുൻ ബിഹിയാണ്, അതുകൊണ്ടാണ് അവിടെ വിസ്റ എന്നെഴുതിയത്. ഇനി അല്ലസീ അങ്കല, അവിടെ അല്ലസീ എന്നുള്ളത് ശരിക്കും അവിടെ വിശേഷണമായിട്ടാണ്, ആ വിസ്റിനെ വിശേഷിപ്പിക്കുന്ന പദമായിട്ടാണ് അത് വന്നത്. അല്ലസീ അങ്കല, ഞെരുക്കിയതായ. എന്തിനെ ഞെരുക്കുക? ലഹ്റ, മുതുകിനെ. അപ്പോൾ മുതുകി എന്നുള്ള ആ ഒരു ലഹ്ർ എന്നുള്ള പദം അവിടെ മഫ്ഊലുൻ ബിഹിയാണ്, അതുകൊണ്ടാണ് ലഹ്റ എന്ന് ഫത്ത് ഇട്ട് എഴുതിയത്. റഫഅന ലക, താങ്കൾക്ക് നാം ഉയർത്തിത്തരികയും ചെയ്തില്ലേ എന്തിനെ? സിക്റ, അവിടെ സിക്ർ എന്നുള്ള പദം മഫ്ഊലുൻ ബിഹിയാണ്, അതുകൊണ്ടാണ് സിക്റ എന്ന് എഴുതിയത്. ഇനി ഇവിടേക്ക് മുലാഫിൻ ഇലൈഹി വന്നിട്ടുണ്ട്. വിസ്റക്ക, അവിടെ ക എന്നുള്ള മുലാഫിൻ ഇലൈഹിയാണ്, വിസ്റിനെ ക എന്നുള്ളതിലേക്ക് ചേർത്തു. അതേപോലെ ലഹ്റക്ക, അവിടെയും ക എന്നുള്ളത് മുലാഫിൻ ഇലൈഹിയാണ്. സിക്റക്ക, അവിടെയും ആ ക എന്നുള്ളത് മുലാഫിൻ ഇലൈഹിയാണ്. അപ്പോൾ ഇവിടേക്ക് ക എന്നുള്ളത് മുലാഫിൻ ഇലൈഹിയാണ്. പക്ഷേ മുലാഫിൻ ഇലൈഹിക്ക് സാധാരണഗതിയിൽ നമ്മൾ അവസാനത്തിൽ കസർ കൊണ്ട് ജറിനെ സൂചിപ്പിക്കുമെങ്കിലും ഇവിടെ നമുക്കതിനെ നിർത്തിയില്ല. ഇത് ക എന്നുള്ള പദം മബ്നിയാണ്, അതിന് മാറ്റം വരുത്താൻ പാടില്ലാത്ത പദമാണ്, അത് അങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ. അപ്പോൾ അത് ജെറിൻ്റെ സ്ഥാനത്താണെന്ന് പറയാം, ജെറിൻ്റെ അടയാളമായിട്ട് എന്തെങ്കിലും കൊടുക്കാനൊന്നും പറ്റില്ല എന്ന് മാത്രം. ഇത്രയും കാര്യങ്ങളാണ് ഈ ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും
നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹിർ ദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.